ഹലോ! വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമ്മായ ബികോം ആണ്. അതിൽ ഫിനാൻസ് അക്കൗണ്ടിങ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് പോർഷൻസ് മാത്രം ഇട്ടിട്ട് നോക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഒരു ക്രാഷ് കോഴ്സ് അയക്കാണ്ട് നിങ്ങൾക്ക് ട്യൂഷൻ അയക്കാണ്ട് എടുത്തു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടി മാത്രമാട്ടോ ഞാൻ ഇത് ക്ലാസ് അയക്കാണ്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് പറയാനുള്ള കാര്യം, ഇത് ഞാൻ ക്ലാസ് തുടങ്ങുന്നത് ഏകദേശം ഫെബ്രുവരി 15-നാണ്. അപ്പോൾ 3 ദിവസത്തെ ക്രാഷ് കോഴ്സ് അയക്കാണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതേപോലെ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇൻട്രൊഡ്യൂഷൻ ടു അക്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ആണ്, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ആണ് നോക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അക്കൗണ്ട് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് സബ് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രകാരം അക്കൗണ്ടിങ് എന്നാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി വേരിയുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എവൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാരാണ് പറയുന്നത്? ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ആണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമുക്ക് മീനിങ് എന്താ നോക്കാം അക്കൗണ്ടിങ്ങിൻ്റെ. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എവൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഐഡൻറ്റിഫൈങ് ചെയ്യുക, മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ഇത് അറിയാൻ താല്പര്യമുള്ള വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ആ ഒരു ക്രാഷ് കോഴ്സിലായിരിക്കും കണ്ടിന്യൂ ചെയ്യൽ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് നോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആ നോട്ട്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.